ഞാൻ കാട്ടിൽ ഓടി നടന്ന് തേടി പിടിച്ചൊരു കരിമ്പുലിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ടാക്കട്ടിക്കുന്നൊരു കട്ടോൽക്കച്ചൻ എൻ കട്ടാര കുട്ടൂര മനോരഞ്ജൻ 42 എന്റെ നാട് നോക്കിയിട്ട് കളിച്ചോ താക്കിയത് വരത്തില്ല പോക്കറ്റിൽ ഒളിച്ചോ കൂപ്പിട്ട് കത്തിക്കുന്ന വാക്കിരി പൊളിച്ചോണ്ടിരുന്നാലും എന്നാലും എന്നെ തന്നെ പഠിച്ചോ. പാടുമ്പോ എന്റെ ദേഷ്യം മൊത്തം അതിൽ തീർക്കും. ഒച്ചല കയറിപ്പോ എല്ലാരും കൊല്ലണം എന്നുള്ള എല്ലാരും പാടിക്കൊന്നു ഞാൻ അങ്ങനെ ഒരു സീനായിരുന്നു. 25 വയസ്സ് വരെ ഞാൻ കൂട്ടി വെച്ച എന്റെ ദേഷ്യം മൊത്തം ഒച്ചല തീർത്തത്. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ലിമിറ്റ് ടൈം ഒരു ഗ്യാപ്പ് വരും. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ശരിക്കും എന്റെ പ്രശ്നം. ആദ്യമായിട്ട് എഴുതിയ വരികൾ ഏതായിരുന്നു? ഉള്ളെരിയുമ്പോഴും കണ്ണുനീര് ഉള്ളി എരിയുമ്പോഴും കണ്ണുനീര് അങ്ങനെ എന്തോ സാധനമാണ്. ക്രിഞ്ച് സാധനം എന്തോ എഴുതിയത്. എനിക്ക് കരയുമ്പോൾ ഭയങ്കര റിലീഫാണ്. ഇങ്ങനെ ഒരു കല്ലെടുത്ത് ഇങ്ങനെ പുറത്ത് വെക്കുന്ന ഒരു ഫീലാണ്. എപ്പോഴും അടിയാ വീട്ടിൽ ഇങ്ങനെ. പക്ഷെ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഞാൻ പറയുന്നത്. കൈ വേനെടുക്കുന്നവർ എഴുതി ഞാൻ സെയിം കണ്ടന്റ് തന്നെ എഴുതി എനിക്ക് കൈ വേനെടുക്കണം. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആളുടെ തലയിൽ എന്തൊക്കെ ചിന്ത വരും അതൊക്കെ. സൂയിസൈഡ് നോട്ട് കേട്ട് എന്നെ കേൾക്കുന്ന ക്രൗഡ് എനിക്ക് മതി. 42 ക്രൗഡ് എനിക്ക് വേണ്ട. ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ചോദിച്ചു കുരുതി എന്തിനെ കുറിച്ചാന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ആടിനെ കുറിച്ചാണ്. നമ്മൾ എഴുതിയത് പോലാണ്ട് എഴുതിയത് എന്താന്ന് പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ട്രിഗറായി. പക്ഷേ ഭയങ്കരമായിട്ട്. ഹലോ, ദിസ് ഇസ് നിലു ഫ്രം എസ്ബാൻ. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റാണ്. വരികളുടെ കനത്തിലും ശൈലിയുടെ ഭംഗിയിലും വാക്ചാതുര്യത്തിലും ഒരു എന്താ പറയുക തീരെ കുറവ് വരുത്താണ്ട് ഒരു 3 ട്രാക്ക് മലയാളി ഓഡിയൻസിന് കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ ഇന്ന് വെൽക്കം ചെയ്യുന്നത് ടു സൈന സൗത്ത് പ്ലസ്. വെൽക്കം ഗബ്രി. ഹായ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലാണെങ്കിലുള്ളൂ. എന്താന്ന് വെച്ചാല് എക്സൈറ്റ്മെന്റ് ഫീലിംഗ് ഒന്നും ഇല്ല ഇപ്പൊ. എല്ലാത്തിനോടും ഒരു ഓക്കെ കൂൾ, ഒരു ന്യൂട്രൽ അവസ്ഥയാണ്. ഓക്കെ പാട്ട് വന്നു, ഓക്കെ സ്റ്റേജ് ഷോ, ഓക്കെ ഇന്റർവ്യൂ, ഓക്കെ. ടെൽ മീ അബൌട്ട് യുവർ സോങ്സ്. എവിടെ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്? ഹു ആർ യു? വാക്കുകൾ വരുന്നത് കൂടുതലും വായിക്കാറുണ്ട് ഞാൻ. വായന അതായത് 2019 ആ ടൈമിൽ കുറച്ച് മെന്റലി ഡൗൺ ആയി, ഭയങ്കര സീനായപ്പോൾ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് വായിക്കണത് നല്ലതാ മെൻ്റലി. അപ്പം അങ്ങനെ വായിച്ചു തുടങ്ങി ചുമ്മാ. അപ്പോഴും ഞാൻ എഴുതണമെന്നൊന്നും ചിന്തിച്ചില്ല. വായിച്ച് കുറേ കഴിഞ്ഞപ്പോൾ കിക്കിയിട്ട് കൊള്ളാം, വേറൊരു വേൾഡ്, ഞാൻ മാത്രമുള്ള ഒരു സംഭവം. അങ്ങനെ ഇഷ്ടമായി പിന്നെ എഴുത്തു തുടങ്ങി. ലൈക്ക് ജേണലിങ് പോലെ മെൻ്റലി സാധനം എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, നാളെ ഞാൻ മരിക്കും, അങ്ങനെ ആ സാധനങ്ങളൊക്കെ. അപ്പോൾ തലേന്നൊരു ബാലെടുത്ത് വെച്ചൊരു ഫീലൊക്കെ കിട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് എഴുത്തു തുടങ്ങിയത്. എഴുതി കുറേ ഇപ്പോൾ കവിതകൾ എഴുതി തുടങ്ങി. മഴ, പുഴ, ആ പ്രാസമൊക്കെ വെച്ച്. പണ്ട് കവിതകൾ എഴുതുമായിരുന്നു. പേഴ്സണൽ അക്കൗണ്ടിൽ ഇടുന്നു, ആരും കാണൂല. അങ്ങനെ എഴുതി അപ്പോഴും ഞാൻ ഇപ്പം പാരലലി മറ്റേ റാപ്പ് മ്യൂസിക് കേൾക്കാറുണ്ട്. മലയാളത്തിലെ കൂടുതലും കേൾക്കാറ്. അങ്ങനെ കേട്ട് ജസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നൊരു സാധനമുണ്ട്. പക്ഷെ ചെയ്തില്ല. പിന്നെ ഇങ്ങനെ പയ്യെ എന്നെ എഴുതിയിട്ട് ഫ്രണ്ട്സ് പറഞ്ഞ് നിന്റെ റൈമിങ്ങിൽ റാപ്പ് എന്നുള്ള സാധനമുണ്ട്, നീ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ എഴുതി. ഫസ്റ്റ് ട്രാക്ക് തന്നെ കുറച്ച് കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ കിട്ടി എല്ലാവർക്കും. അങ്ങനെ എഴുതി പിന്നെ ഇമ്പ്രൂവ് ആയി വന്നതാ. അപ്പോഴും എഴുത്താണ് എനിക്ക് ഫസ്റ്റ്. എഴുത്ത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയത്. അതെനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചോദ്യം ചോദിക്കാൻ, എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ആദ്യം എഴുതുവാണോ, എഴുതിയിട്ട് അതിനുള്ള ബീറ്റ് കണ്ടുപിടിക്കുക? അല്ല, അത് പാട്ടിലേക്ക് വരുമ്പോ ബീറ്റ് കണ്ടുപിടിച്ച് എഴുതണേ. ബീറ്റ് കേട്ടിട്ടാണ്. ബീറ്റില് ഹൈ സ്ലോസ് എവിടെയൊക്കെയാണ് സ്പേസ് ഉള്ളത് അതൊക്കെയാണ് എഴുതണേ. ഇപ്പൊ മന്ദാരം പാട്ടിൽ അങ്ങനെ കറക്റ്റ് ആ ബീറ്റ് എങ്ങനെയാ പോണത്. ചില സമയത്ത് ഡൗൺ ആവും, അപ്പോൾ ഞാൻ ഡൗൺ ആക്കിയത്. അതാണ് എൻ്റെ പാട്ടിലേക്കുള്ളത്. എഴുത്ത് വേറെ, പാട്ടിൽ എഴുതുമ്പോ അതും വേറെ, രണ്ടും. അപ്പോ ഇപ്പം ഈ 3 ട്രാക്കുകൾ ഇറങ്ങിയതില് ഇപ്പം മന്ദാരം, മന്ദാരം, അപ്പൊ അതാണെങ്കിൽ ബീറ്റ് കേട്ടിട്ടാണോ ആദ്യം എഴുതിയത്? ആദ്യം കേട്ട ബീറ്റ് തന്നെയാണ് ഇത്. പൈസ കൊടുത്ത് വാങ്ങിച്ചു. കാരണം അതുപോലത്തെ ഒരു ബീറ്റ് വേറെ ഉണ്ടാക്കാൻ അതാണ് ഇരുന്ന് മറ്റേ ആദ്യം ഞാൻ പ്ലേ ചെയ്തപ്പോ ഉണ്ടല്ലോ, ബീറ്റ് കേട്ടപ്പോ തന്നെ ഞാൻ എന്നാ ശരി, എന്നാ ഞാൻ ഇരിക്കാം, നീ കേൾക്കാം, പറയും. എന്നാ ആ തുടക്കം തന്നെ മറ്റേ എന്തോ അടിക്കാൻ പോകേണ്ടത് ബീറ്റ്. അത് ആ ബീറ്റ് തന്നെ കേട്ട് അങ്ങനെ കുറെ നേരം ഇരുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറഞ്ഞ് എന്തെങ്കിലും എഴുതണമെന്നൊക്കെ തലയിൽ കുറെ വന്ന് എഴുതി. അപ്പോഴെനിക്ക് ഇറക്കാനുള്ളതൊന്നും അറിയില്ല. മറ്റേ ടെക്നിക്കൽ വൈസ് ഒന്നും അറിയാത്ത കാരണം ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം എന്നുള്ള എഴുതി വെച്ച്. പിന്നെ വീണ്ടും അടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണത്. അവൻ്റെ അടുത്ത് പോലെ ഇങ്ങനെ ചെയ്യാനോടാ, എനിക്ക് പാട്ടിങ്ങനെ ഇറക്കിയില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീലാ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ റഫ് എഴുതി അങ്ങനെ ഇറക്കിയതാ ആദ്യം പണ്ട്. പേഴ്സണലി ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. ആ ട്രാക്കിന് ഞാൻ ഇന്ന് ആ ട്രാക്ക് കേട്ടിട്ട് ഇങ്ങനെ എത്ര പ്രാവശ്യം കേട്ടെന്ന് സത്യം പറഞ്ഞാൽ ഐ ലോസ് കൗണ്ട്. ഞാൻ വീട്ടില്
കുറേ സംസാരം നടക്കണ്ടായി വീട്ടിൽ വെൻ ഐ എം ട്രൈങ് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും കേട്ടിട്ട് ഷട്ട് ദാറ്റ് വോയിസസ് ഓഫ് എന്ന് വിചാരിച്ച് വെക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഈ ട്രാക്ക് തന്നെ കേൾക്കാന്ന് ഓർത്ത് കേട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ വരിയും ആൻഡ് ഐ ക്യാൻ റിലേറ്റ്. അതുകൊണ്ടാണ് കേട്ടോ സത്യം പറയാം, ഓരോ വരികളും ഇങ്ങനെ ഇരുത്തിക്കളയായിരുന്നു. ശരിക്കും ഇരുത്തിക്കളയുന്നതിൻ്റെ കൂടെ ആ ഒരു വേറെ ആൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, വേറെ ആൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള അതാണ് ഭയങ്കര. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗ്രേറ്റ്ഫുൾ. ഐ റിയലി ആം ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ് ട്രാക്ക്. എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഈ കാര്യം, തുറന്നു പറയാനുള്ളൂ. എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും സാഡ് സാധനം കഴിക്കുള്ളൂ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അവര് ഭയങ്കര ഹാപ്പി. അതെ, ആരും പുറത്തു പറയല്ല, ഒരാൾ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇനിയും പറയാന്നുള്ളൂ. ഉള്ളിൽ വെക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മൾ തുറന്നു പറയാ ഇങ്ങനെ തോന്നും. അതും പറ്റിയ ആളുടെ അടുത്ത് പറയണം. കറക്റ്റ് സർക്കിൾ കിട്ടണം. എനിക്ക് ആ സർക്കിൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാട്ടിൽ എഴുതിയത്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമ്പോ നീയൊക്കെ ചിന്തിച്ചു കൂടണം, അതിന്റെ തലയിലുള്ളത് അതൊക്കെ പറയുമ്പോ ഓക്കെ പറയാനുള്ള നിർത്തി. ഞാൻ നൈസായിട്ട് പാട്ടിൽ എഴുതി, അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും പറയാ. ആ ബീറ്റ് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ലെറ്റ് മീ ബ്രേസ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നത്. ആക്ച്വലി മന്ദാരത്തിനെ പറ്റി ഞാനൊന്നും എഴുതിയില്ല, കാരണം ഈ ഇരുന്ന് പോയി ഇങ്ങനെ ഓരോ വരിയിലും ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് ഓക്കെ ഇതിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാല്ലേ, അതായത് ഇങ്ങനെ ഒരാൾ പറഞ്ഞ് പാടി കേൾക്കുമ്പോ ഐ ഫീൽ സീൻ, ഒറ്റയ്ക്കല്ല എന്നുള്ള സാധനം നല്ലോണം അടിച്ചു. അത് ഞാൻ അല്ലാണ്ട് തന്നെ മെന്റലി കുറച്ചൊരു ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ളവര് ഇങ്ങനെ ഡൗൺ ആകുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മ അനുഭവിച്ചത് അവരനുഭവിക്കരുത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ പുഷ് ചെയ്യാം. ഇപ്പോൾ അതല്ല, ഇതൊക്കെ കടന്നു പോവും, ഈ സമയം കടന്നു പോകുന്നുള്ള സാധനമല്ലേ ആ സാധനം. അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പാട്ടിലൂടെ പറഞ്ഞു. ഇന്നിങ്ങനെ രാവിലെ ആരുടെയോ സ്റ്റോറി കണ്ടു, ദിസ് ടു ഷാൽ പാസ് എന്നിട്ട് ഇറ്റ് മൈറ്റ് പാസ് ലൈക്ക് എ യൂറിനൽ സ്റ്റോൺ, പക്ഷെ ഇറ്റ് വിൽ സ്റ്റിൽ പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഫണ്ണി ബട്ട് ഓൾസോ ശരിയാണ്. ചില കാര്യങ്ങൾ ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇത് എങ്ങനെയാ പാസ് ചെയ്യുന്നത് പാസ് ചെയ്യുന്ന നമുക്കത് പക്ഷെ കടന്നു കഴിയുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കടന്ന് പോണം, അത് തീ പാടാ, അത് കടക്കാനേ പാടാ. അത് ആ ഒരു ലെവല് കടക്കാത്തതിന്റെ ഇഷ്യൂ ആണ് കുറെ സൂയിസൈഡും അതൊക്കെ വന്നത്. ഒരാളില്ലാത്തതിന്റെ, കേൾക്കാൻ ഒരാള്, നമുക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്തതിന്റെ പ്രശ്നമാണത്. വേർഡ് പ്ലേ, ഫ്ലോ, ഈ രണ്ട് കാര്യമാണ് എനിക്ക് കൂടുതലും ചോദിക്കാൻ. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയ കാര്യം. ഡെലിവറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ എനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയുന്നത് വേർഡ് പ്ലേയും ഫ്ലോയും ആണ്. ഫ്ലോ ഒരു പ്രത്യേക ഫ്ലോ തന്നെ ഉണ്ട്. ആദ്യം ഞാൻ വേർഡ് പ്ലേയുടെ കാര്യം തന്നെ ചോദിക്കാം. ഞാൻ ഓണസ്റ്റ്ലി ഐ വാസ് മൈൻഡ് ബ്ലോൺ. ഇപ്പോൾ ഏത് പോയിന്റിലാണ് ഓക്കെ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ വാക്കുകൾ ഈ ഒരു ഫോമിലാണ് ആക്കേണ്ടത്, അത് ഇപ്പം വിൽ ടോക്ക് അബൌട്ട് KL42 പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ഈ ട്രാക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ ആൾക്കാരോട്, എനിക്ക് ഇങ്ങനെ സംസാരിക്കണം, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു എന്ന് തോന്നി അങ്ങനത്തെ ഡിഫൈനിങ് മൊമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ബേസിക്കലി ഞാൻ തമിഴ് സോങ്സ് കൂടുതലും കേൾക്കാറ്. തമിഴ് സോങ്സിലെ വേർഡ് പ്ലേ കുറച്ച് ഡിഫറെന്റ് മലയാളത്തിനേക്കാളും. എൻ റൈമിനേക്കാളും കൂടുതലും എല്ലാ വാക്കും റൈം ചെയ്യും. അതെനിക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആര് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് ചെയ്യണുള്ളത്. അപ്പൊ അങ്ങനത്തെ പരിപാടി ഇപ്പൊ റാപ്പ് കേൾക്കാത്തവർക്കും ഒരേപോലത്തെ വാക്കുകൾ കേൾക്കുമ്പോ ഒരു താളം ഉണ്ടാവും, സെയിം സിമിലർ വേർഡ്സ് കേൾക്കുമ്പോ. അത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് തുടങ്ങിയത് ഞാൻ, പക്ഷെ വർക്കായി നന്നായിട്ട്. പിന്നെ അത് ഫോളോ ചെയ്ത് പോയി. പിന്നെ 42 ഞാൻ അത്രയും ചിന്തിച്ച് ചെയ്തല്ല, ചുമ്മാ ഫ്രണ്ട്സ് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിള് ഹിപ്പ് ഹോപ്പ് കേൾക്കാത്ത ഫ്രണ്ട് സർക്കിളാണ്, അവർക്കൊന്നും കണക്ട് ആവില്ല. ഞാൻ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവർ ചില്ല ഫുൾ സപ്പോർട്ട്. നമുക്ക് മനസ്സിലാവും അത് അവർക്ക് കണക്ട് ആവുള്ള എന്നുള്ളത്. അവരെന്നെ പറഞ്ഞു നിന്റെ പാട്ടൊക്കെ സിമിലർ ഫ്ലോയാ എന്നൊക്കെ പറഞ്ഞപ്പോ ഫ്ലോ മാറ്റാന്നുള്ള ചിന്തയിൽ മാത്രം എഴുതിയതാ 42. എഴുത്ത് ഓൾറെഡി ഉള്ള വന്നതാ, അത് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. എന്നാലും എഴുത്തുണ്ടെങ്കിലും ഒരുപാട് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ 42 കൂടുതലും ഡീപ്പായിട്ട് ചിന്തിച്ച് ചെയ്തത് കുരുതിയും മന്ദാരമാണ്. വേർഡ് പ്ലേനെ പറ്റി ഞാൻ ചോദിക്കുന്ന വേറെ കാര്യം, അതിന് ഓൾറെഡി എനിക്ക് ഉത്തരം നേരത്തെ അന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം വാസ് ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടാണോ അതോ വായിക്കുന്നതിൽ നിന്നാണോ അതോ രണ്ടും കലർന്നുള്ള ഒരു വൊക്കാബുലറി എവിടെ നിന്നാണ് അത്രയും വൊക്കാബുലറി വരുന്നത്? അതായത് വാക്കുകൾ ഇപ്പൊ പറഞ്ഞില്ലേ ഒരേ വരികൾ തന്നെ സിമിലർ വാക്കുകൾ, ആ വാക്കുകൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ തനിയെ വരണല്ലേ, ആ ഒരു നാച്ചുറലി വരണല്ലേ, അത് എവിടുന്നാ വരുന്നതെന്നാണ് ഗബ്രിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് വായനയും ഒരു പാട്ടായിരിക്കും, പിന്നെ നമ്മ ഇടപഴകുന്ന ആൾക്കാരായിട്ടുള്ള സംസാരങ്ങളും TV ആണെന്നായാലും ഇന്റർവ്യൂ ആണെന്നായാലും എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ എനിക്കത് റിയലൈസ് ചെയ്യുന്നത് ഞാൻ എഴുതുമ്പോ, ജേർണലിങ് എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ വാക്കുകൾ വരും. നമുക്കറിയില്ല പക്ഷെ എവിടെ നിന്നാ വന്നേന്ന് എഴുതുമ്പോൾ വരും. അങ്ങനെ ഒരു കൊള്ളാലോ, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ ലോകം ഇങ്ങനെയാ എന്നൊക്കെ പറയാൻ ഭയങ്കര ആ സാധനമില്ല, അങ്ങനെ എഴുതണുണ്ട്. ഫിലോസഫിക്കലായിട്ട് എഴുതും.
അപ്പൊ വാക്കുകൾ വരും, എവിടെന്നെങ്കിലൊക്കെ വന്നിരിക്കുള്ളൂ. കറക്റ്റ് ഇപ്പോഴും റിയലൈസ് ആയിട്ടില്ല. വായനയിൽ തന്നെ ഉണ്ടാവും. എന്ത് ചെയ്യാനുണ്ടോ, നമ്മളിപ്പോ വെറുതെ ഇരുന്ന് ഒരു റീല് കണ്ടാലും അതിൽ ചിലപ്പോ ഒരു വാക്ക് ചിലപ്പോ നല്ല ഇതാണെങ്കിൽ, നല്ല റീലാണെങ്കിൽ കേട്ടോ, അങ്ങനെ എല്ലാം ഉണ്ടാവും നമ്മ ചുറ്റുപാടും എല്ലാം. കൂടുതൽ വായനയായിരിക്കും, കറക്റ്റ് പറയാറില്ല. അതെ, ഐ തിങ്ക് ഇപ്പൊ ഞാൻ റൈറ്റർ മൈസെൽഫ്, ഇപ്പൊ എൻ്റെ ഒരു എനിക്കിത് കണക്ട് ആവുന്നത് കൂടുതലും ആ ലിറിക്സാണ്. അതുകൊണ്ടാണ് ആദ്യമേ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാൻ കാരണം അതാണ്, എനിക്കതാണ് കണക്ട് ആയത്. അപ്പൊ ഐ തിങ്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ വേർഡ്സ് വൊക്കാബുലറി എവിടെന്നാ ഉണ്ടാക്കണമെന്ന് എനിക്കും അറിയില്ല, ടു ബി ഓണസ്റ്റ്. പല സ്ഥലങ്ങളിൽ നിന്നാണ്, ഇതുപോലെ കൺവെർസേഷൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വായിച്ച ചിലപ്പോൾ ചില സാധനം വായിക്കുമ്പോൾ ഒരു വാക്ക്, ഓ ആ വാക്ക് നല്ല രസമുണ്ട്, അത് എന്താണെന്ന് നമ്മൾ എവിടെ വായിച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇതെനിക്ക് മനസ്സിലായി ഈ വാക്ക് എന്താന്ന്, പക്ഷെ ഇതിന്റെ അർത്ഥം ചിലപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, വാക്കുകൾ കിട്ടി. പിന്നെ ഇന്റർവ്യൂസ് ഞാൻ ഭയങ്കരമായിട്ട് കാണുമായിരുന്നു കൂടുതലും. അതാണ് എനിക്ക് തോന്നുന്നത്, കൂടുതലും ഇന്റർവ്യൂസും പ്രസംഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. പണ്ട് പ്രിയപ്പെട്ട പ്രപഞ്ചം ഈ ലോകം ഉറങ്ങുകയാണോ എന്നൊക്കെ പറഞ്ഞാല് ഘോര പ്രസംഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. അപ്പൊ ഒരു അച്ചടി ഭാഷയുള്ള ഒരു സംസാരിക്കുന്നത്, ബഹുമാനായ അങ്ങനെയൊക്കെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഫ്ലോ, പിന്നെ കമ്മിങ് ബാക്ക് ടു ഫ്ലോ, ഞാൻ കരുതുന്നത് ഇതുവരെ കേട്ടെടുത്തോളം, ഒരു ആർട്ടിസ്റ്റിനെ കേട്ടെടുത്തോളം എല്ലാവർക്കും ഒരു യുണീക്ക് ഫ്ലോ ഉണ്ടാവുന്നു. കാരണം ഇപ്പം എല്ലാം നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റിന് അവരുടേതായ ഒരു തനതായ ഒരു ഫ്ലോ ഉണ്ടാവും. അതാണ് അവര് ഡിഫറെന്റ് ആക്കുന്നത്, യുണീക്ക് ആക്കുന്നതെന്ന് തന്നെ ഞാൻ കരുതുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? അങ്ങനെ തന്നെയാണ്. ഫ്ലോ വൈസ് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞാല് കൂടുതൽ എല്ലാവർക്കും ഒരു സിമിലർ ഫ്ലോ ആയിരിക്കും വരുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. അപ്പൊ ഫ്ലോ കുറച്ച് സ്വിച്ച് ചെയ്താലേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ട്രാക്കിന്റെ അകത്ത് ഫ്ലോ സ്വിച്ച് ചെയ്തോണ്ടിരുന്നാലും, അതെ അതെ അതെ, സിമിലർ ഫ്ലോ പോയാൽ. കാരണം ഹിപ്പ് ഹോപ്പില് പുറത്തെ ആർട്ടിസ്റ്റ് ആയാലും ഇവിടുത്തെ ആർട്ടിസ്റ്റ് ആയാലും ഒരു സിമിലർ ഫ്ലോ വരുള്ളൂ നമുക്ക് എങ്ങനെയായാലും. അപ്പൊ നമ്മൾ ഫ്ലോയില് കുറച്ചുകൂടി പണി എടുത്താൽ അത് ടഫാ കുറച്ച്. അപ്പം ഗബ്രി എഴുതാനിരിക്കുമ്പോ അത് തനിയെ വരാറുണ്ടോ അതോ? ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്യുമ്പോൾ വരാറുണ്ട്, ഫ്രീ സ്റ്റൈൽ പക്ഷെ സെറ്റ് അല്ല. ചെയ്തോണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും ഒരു ഫ്ലോ വരും, അത് ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ എഴുതും. പക്ഷെ ഫ്ലോ പിടിക്കാൻ ഭയങ്കര പാടാ, പ്രത്യേകിച്ച് എഴുതണ കാരണം. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാണികളുടെ മുനയൊടിച്ചോ, അവസാനത്തെ വരി അതാണ് എനിക്ക് കൊണ്ടത്. തനിച്ചോടുമ്പോൾ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയെന്ന് തിരിച്ചറിഞ്ഞോ. അതിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് വരാം. ആദ്യം ഞാൻ ഇത് ഫ്ലോയിന്റെ പറ്റേ അവിടെ എവിടെ എന്നുള്ളിടത്ത് ആ ഫ്ലോ സ്വിച്ച് ഉണ്ട്. അപ്പൊ ഞാൻ അപ്പൊ അവിടെ വരെ പാടിയെത്തിയപ്പോ നമ്മളിങ്ങനെ ലിറിക്സ് കാണുമ്പോൾ അതിൻ്റെ കൂടെ പാടി പോലെ, അപ്പൊ ഞാൻ പാടിയപ്പോ എനിക്ക് തെറ്റി. പക്ഷെ കറക്റ്റ് എവിടെ എത്തിയപ്പോ യു ആർ സിംഗിങ് ആൻഡ് റാപ്പിംഗ് ആൻഡ് ഇതിങ്ങനെ സ്വിച്ച് ചെയ്തോണ്ടാണ് അവിടെ സെറ്റ് ആയത് ആ വരികള്. ദാറ്റ് ഈസ് ബ്രില്യന്റ്. അതെങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഫ്ലോ മാറ്റാന്നുള്ള ചിന്തയിൽ എഴുതിയ പാട്ടായ കാരണം കുറെ ഞാൻ ട്രൈ ചെയ്ത്. ലൈക്ക് മര്യാദക്കല്ലേ മൈ ഡിയർ റോമനെ, അങ്ങനെ ഫ്ലോ എപ്പോഴും സ്വിച്ച് ചെയ്യാന്ന് വിചാരിച്ചതാ. അപ്പൊ അതാണ് എന്റെ ബേസിക്കലി എന്റെ ഇത് 42-ല് ഫ്ലോ മാറ്റാ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുള്ളൂ. എവിടെ ഞാൻ ശ്രദ്ധിച്ചല്ലോ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് എവിടെയാന്നുള്ളത്. ആണോ? ഓ, അതെങ്ങനെ നാച്ചുറലി വന്നതാണല്ലോ. ഞാനിങ്ങനെ വന്നിട്ട് ദാറ്റ് ഇസ് ബ്രില്യന്റ് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി അതിന്റെ മീനിങ്ങിലേക്ക്. തനിച്ചോടുമ്പോൾ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയെന്ന് തിരിച്ചറിഞ്ഞു. ഞാനിങ്ങനെ ശരി എന്നാ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചേരം അവിടെ ഇരുന്നു. അപ്പോൾ ഇഫ് ഐ എം ആസ്കിങ് യു, ആ പാട്ട് എഴുതിയപ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ പോയ കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, എന്തെങ്കിലും ഇഫ് യു വുഡ് ലൈക്ക് ടു ഷെയർ, ഐ വുഡ് ടോട്ടലി ലവ് ടു. 42 മുമ്പ് ഞാൻ മന്ദാര എഴുതിയത്. മന്ദാര എഴുതുമ്പോൾ ഈ സാധനങ്ങളൊക്കെ തലയിലുണ്ട്, അതിന്റെ ഒരു പാർട്ടായിട്ട് വന്നായിരിക്കുള്ളൂ 42-ല്. 42-ല് അത്രയും ഞാൻ കുറച്ച് മെന്റലി ഓക്കെ ആയിരുന്നു 42 എഴുതുമ്പോൾ, അതുകൊണ്ട് അത്രയും. പക്ഷെ മന്ദാരത്തിന്റെ ഒരു ശതമാനം അതിൽ വന്നുള്ളൂ. മന്ദാര എഴുതിയപ്പോൾ എനിക്ക് ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ഫ്രണ്ട്സ് ഇല്ല, ഒറ്റക്കായി, തനിച്ചായ എന്നുള്ള ചിന്ത, ആ ഒരു സാധനം ഉള്ളത് മന്ദാരത്തിലായിരുന്നു. തനിക്കെന്ന് കരുതിയതൊക്കെ, അതായത് എല്ലാവർക്കും വരുന്ന ഒരു ഫീലിംഗ് ആണല്ലോ അത് കേട്ടപ്പോഴാണ് തോന്നുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ലിമിറ്റ് ടൈം ഒരു ഗ്യാപ്പ് വരും. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും എന്റെ പ്രശ്നം. അതിപ്പോഴാണ് മനസ്സിലാക്കണത്. പണ്ടത് വലിയ പ്രശ്നമായിരുന്നു. എല്ലാവരും തമ്മിലൊരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് കുറച്ച് ടഫ് ആയതുകൊണ്ട് ആ ഒരു ടൈം ആയിരുന്നു കുറച്ച് ഇഷ്യൂ. എനിക്ക് ഭയങ്കര പ്രശ്നം വരുന്നു. ആദ്യമായിട്ട് എഴുതിയ വരികൾ ഏതായിരുന്നു? അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് റാപ്പ് ആവണമെന്നില്ല, പോയം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. പോയം ഇങ്ങനെ എന്തോ എന്നിട്ടാണ്, അയ്യോ ക്രിഞ്ച് സാധനമാണ്. ഉള്ളെരിയുമ്പോഴും കണ്ണുനീര്, ഉള്ളി എരിയുമ്പോഴും കണ്ണുനീര്, അങ്ങനെ എന്തോ സാധനമാണ്. ക്രിഞ്ച് സാധനം എന്തോ എഴുതിയത്. അയ്യോ, അപ്പോഴും അവിടെ മറ്റേ വേർഡ് പ്ലേ ആണ് മുഖ്യം എന്നൊക്കെ. വേർഡ് പ്ലേ അന്നും ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. പറഞ്ഞ തമിഴ് സാധനം കൊണ്ട്
അതെനിക്ക് ഭയങ്കര ആഗ്രഹം. ഇന്ന് ഞാൻ കുറെ നേരം ഇയർഫോണിൽ കേട്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ സൗണ്ട് എല്ലാവരും ഒന്ന് സൈഡ് അയക്കാനപ്പോൾ ഞാൻ പറയും ഇനി കുറച്ചു നേരം ഇത് കേൾക്കാം, ഞാൻ ഒന്ന് കേൾക്കട്ടെ. ടിവിയിലിട്ട് എൻ്റെ ഉമ്മ വന്നിരുന്നു, ഉമ്മ ഇങ്ങനെ ബീറ്റ്, ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ അമ്മക്ക് ഭയങ്കര പ്രശ്നമാണ് മന്ദാരം കേൾക്കുമ്പോ. ഈ റീസെന്റ്ലിയാ പറഞ്ഞത്, ഈ അടുത്താ പറഞ്ഞത്, മന്ദാരം കേൾക്കുമ്പോ ചങ്ക് പൊടിയണ പോലെയൊക്കെ തോന്നുന്നു. അമ്മക്കൊക്കെ കണക്ട് ആയപ്പോ ഓക്കെ, ഇനിയിപ്പോ എന്ത്, അമ്മക്ക് കണക്ട് ആയി, ഇനി ആർക്കും കണക്ട് ആയാലും കുഴപ്പമില്ല എന്നുള്ള ഇതായി. പക്ഷെ ഒരുപാട് എനിക്ക് ഭയങ്കര റിയലൈസ് ഇത് സംഭവം വരുന്നു, അമ്മക്ക് കണക്ട് ആയെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഏജ് ആൾക്കാർക്ക് കണക്ട് ആവും. എന്റെ ഉമ്മ കുരുതിയാണ് കൂടുതലും. ഞാൻ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ഒരു പകുതി എത്തിയപ്പോഴേക്കും, ശരിയാണല്ലേ ഈ ഒരു അനുവാദം ചോദിക്കാണ്ടാണല്ലേ ഈ കെട്ടിച്ചു വിടുന്നുള്ള സാധനം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ did you just say that അങ്ങനെ തോന്നിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോയി. പാട്ട് പകുതി ആയപ്പോഴേക്കും എൻ്റെ ഉമ്മ അത് ചോദിച്ചു. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ഒക്കെ സംസാരിക്കും, പിന്നെ സംസാരമൊക്കെ കൺവെർസേഷനൊക്കെ ഡൈ ഡൗൺ, പിന്നെയും പ്രശ്നം വരുമ്പോൾ സംസാരിക്കും, ആ ഒരു ലൂപ്പാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ പേരൻസിന്റെ ഒക്കെ പോലത്തെ ആ ജനറേഷനിലെ ആൾക്കാർ സൈഡിൽ നിന്ന് വന്നു, ശരിയാണല്ലേ എന്നുള്ള സാധനം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓക്കെ, ഐ ഷുഡ് ടെൽ യു, ടോക്ക് ടു യു അബൌട്ട് ദിസ് എന്ന് തോന്നി. എന്റെ വീട്ടിലത് വന്നിട്ടേ ഇല്ല. എന്റെ വീട്ടിലത് വരാൻ വേണ്ടി ഞാൻ ആ പാട്ട് എഴുതിയത്. അമ്മ കല്യാണ ബ്രോക്കറാ, ലൈക്ക് ഫാമിലിക്കുള്ളിൽ തന്നെ. അപ്പൊ നമുക്കറിയാലോ അങ്ങനത്തെ ചർച്ചകൾ എന്താ വന്നേന്നുള്ളത്. പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെയല്ല. ഈ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്, എന്ത് ക്യാരക്ടർ അറിയാണ്ട് ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത്, ആരെ എന്താന്നല്ല അറിയില്ല. അതൊക്കെ എനിക്ക് കുറച്ച് എപ്പോഴും അടിയാ വീട്ടിൽ ഇങ്ങനെ. പക്ഷെ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കണേ, അതിന് ഓരോ വരിയിലും സ്ട്രെയിറ്റ് പറഞ്ഞു വെച്ചൊക്കെയാണ്. അപ്പൊ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പായിട്ടും. അവിടെ എത്തണം അവര്. ഞാൻ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, മാരണമെന്ന് അവളെ വിളിച്ച നാവുകൾ അവർ ആരാരോ തെരഞ്ഞു പിടിച്ച് എടുത്ത് പറിച്ചു കളയണം, അതിന് അടിവേരോ, കാരണം അത് ഒന്നല്ല പലത്. അതെനിക്ക് പിന്നെയും ഭയങ്കരമായിട്ട് കൊണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് ഉണ്ടാവുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതിപ്പോ ഒരാളല്ല, ആ പെണ്ണിന്റെ ആ ഒരു ഭർത്താവോ അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നം മാത്രമല്ല ഇതിന് കാരണം, എത്രയോ ആൾക്കാരാണ് കാരണം എന്നുള്ള തോട്ട് എനിക്ക് സ്വന്തം ഫാമിലി തന്നെ കാരണം. അതെ, ഇങ്ങനെ ഇഷ്യൂസ് വിളിച്ചു പറയുമ്പോ മോളെ ജീവിതമാണ്, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിലിങ്ങനെ പറയുന്നത്. എൻ്റെ ഒരു കസിൻ ഇങ്ങനെ സീനായപ്പോ കല്യാണ ജീവിതമൊക്കെ ഇങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എനിക്ക് ട്രിഗറിങ്, എനിക്ക് ഭയങ്കര അത് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറയും നീ കല്യാണം കഴിക്കുമ്പോൾ അറിയാന്നൊക്കെ പറയും. മിണ്ടൂല പിന്നെ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പാട്ടിൽ എഴുതാ. പേഴ്സണലി ഗ്രേറ്റ്ഫുൾ ടു യു. അത്രയും ധൈര്യം കാണിക്കുന്നതിനും അതങ്ങനെ എഴുതി പഠിപ്പിക്കാൻ ഓരോ വരിയിലും ഇത്രയും കനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാനും അതിന് വലിയൊരു ധൈര്യം വേണം. ഇങ്ങനത്തെ ബാക്ക്ലാഷ് പ്രതീക്ഷിച്ചും എഴുതണം. എല്ലാരും അങ്ങനെ കാണുകയും ചെയ്യും, കാണുന്ന അവരങ്ങനെ കാണുകയും ചെയ്യും. ഓ ഇങ്ങനെ പറഞ്ഞു, എല്ലാവർക്കും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തള്ളാനേ ശ്രമിക്കുള്ളൂ. അല്ല പറയണം, ഇതൊക്കെ കുറെ പേര് പറയണ്ട്, ഞാൻ അത് പാട്ടായിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷെ പറയണ എണ്ണം കുറവാന്നുള്ളൂ. പക്ഷെ ഐ തിങ്ക് ഇനി എന്റെ പെർസ്പെക്റ്റീവില് പാട്ടിലൂടെ പറയുമ്പോൾ അതിന് അതൊരു അതൊരു പവർഫുൾ ആണ്. ഇപ്പൊ ആർട്ടാണ് ശരിക്കും പൊളിറ്റിക്സ് പറയാനുള്ള സംഭവം. വേറെ ടൂളിനേക്കാളും ബെറ്റർ ആർട്ടാ. ഇപ്പൊ ആർട്ടിലൂടെ പറയുമ്പോ എല്ലാവർക്കും എത്തും. പിന്നെ അവരെടുക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ കാര്യം. നമ്മ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യില്. ഞാനിപ്പോ റീസെന്റ് തകരനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അതിലിങ്ങനെ അവര് ഒരു ആന്തം കോറസ് ആന്തമില് ലാസ്റ്റ് ഇങ്ങനെ ഇതാണ് ടൂൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പൊ അതെ ഞാൻ ഇപ്പൊ അത് മെൻഷൻ ചെയ്യാൻ കാരണം ഇന്ന് ഞാൻ ഇത് കേട്ടോണ്ടിരുന്നപ്പോഴേ മന്ദാരം ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ ലാസ്റ്റ് ഇങ്ങനെ തകരക്ക് ഷൗട്ട് ഔട്ട് ഇല്ലേ അതില്, തകരേനല്ലേ പറയുന്നത് അതില് ലാസ്റ്റ് ഇങ്ങനെ തകരന്റെ പാട്ട് അങ്ങനെയല്ല. അതെന്താ ഉദ്ദേശിച്ചപ്പോ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. അയ്യോ തകരയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അല്ല അത് എനിക്ക് അങ്ങനെ ഹിറ്റ് ചെയ്തത്. അതായത് ഫോർ മീ കോരൻ സാന്തൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ അടി കൊണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് അങ്ങനെ കണക്ട് ചിലപ്പോ ആയിരിക്കൂടെ. കോരൻ സാന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാ ചിലപ്പോ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരുപാട് അങ്ങനെ ഇതാക്കി എഴുതിയതല്ല. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, ചിലപ്പോ അല്ലായിരിക്കും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ വരികൾ, എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഞാൻ എഴുതി വെച്ചിരുന്നേ. കണ്ട് ചതികൾ അവിടെ ഇവിടെ ഉണ്ട്, ഒത്തിരി അനുഭവിച്ചതാ പണ്ട്, അതിനെ അപലപിച്ചതും ഉണ്ട്. ഓരോ വരി ഇങ്ങനെ ഇരുത്താ, അപലപിച്ചതും ഉണ്ട്, പിന്നാലെ അനുഗമിച്ചത് കൊണ്ട്, ഞാനിന്ന് വാടിയ പൂവിന്റെ ചെണ്ട്, കാത്തിരിപ്പിത്തിരി ബാക്കിയതുണ്ട്. ഓ അതൊക്കെ പറയുമ്പോ ഇങ്ങനെ ഓക്കെ താങ്ക് യു, കുറച്ചും കൂടി പ്രതീക്ഷട്ടി. ഓക്കെ ശരിയാണ്, ഇങ്ങനെ പിടിച്ചു നിക്കാം. പിന്നെന്താ കാതിൽ ഇപ്പോഴും മന്ദാരപ്പൂവിന്റെ ഉള്ളിലെ വണ്ടിന്റെ മൂളലും ഉണ്ട്.
അപ്പൊ അവിടെ പറയാം, ഹൃദയം തകിടം മറിഞ്ഞ് തവിട് പൊടി തകര പാട്ട് കൊണ്ട് എനിക്കിട്ടടി, തകില് കൊട്ടണ താളത്തിലടി, തരി കളങ്കമില്ലാത്തവരെ തേടി ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തതാടി. ഓ സീൻ. എനിക്ക് ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ എല്ലാവരും വിശ്വാസം പോയി. അതാണ് തരി കളങ്കമില്ലാത്തവരെ തേടി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ടോക്സിക് ആയി. ലൈക്ക് എല്ലാവരും ഇങ്ങനെ, ആർക്കും നമ്മളോട് ഇഷ്ടമില്ല. ആ ഒരു ചിന്ത എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ആർക്കും എന്നോട് ഇഷ്ടമില്ല. ഭയങ്കര ടോക്സിക് ആയിരുന്നു അത്. അതിപ്പോ എപ്പോഴാണ് മാറി വന്നത്. എനിക്ക് ആ ഇമോഷൻ കട്ടായി, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഇമോഷനും കട്ടായി, ആൾക്കാരുള്ള ഒരു ഇതും കട്ടായി. അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വന്നോളിയാ. ഞാനും ഇപ്പൊ ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ജേർണിയിലാണ് കുറച്ച് നാളായിട്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കുറെ കാലങ്ങളായിട്ട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. നമ്മള് വാക്കുകൾക്ക് ഭയങ്കര പവർ ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയുന്നതോറും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിക്കൊണ്ടിരിക്കാം. എന്റെ കൂടെ ചുറ്റും എത്ര ആളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കാം. അപ്പോ ആ സാധനം എനിക്കതാണ്, ആ ഹോപ്പ്. എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഹോപ്പില് എഴുതാനും ഇത്ര എഴുതി പിടിപ്പിക്കാനും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ശരിയാണ്, എഴുത്തൊന്നും ഇല്ലായിരുന്നു നീ എപ്പോഴേ തീർന്ന. ആർട്ടില്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ല. ആർട്ടാണ് ആകെ നമ്മൾ പിടിച്ചത്. ഇപ്പൊ നമ്മ വിഷം വരുമ്പോഴും പാട്ടിലേ കേൾക്കുള്ളൂ. ഞാൻ പാട്ട് കേൾക്കുള്ളൂ. കനവേ കനവൊക്കെ കേട്ടിട്ട് കരഞ്ഞൊക്കെ കണക്കില്ല അതിനുള്ളത്. ഡിപ്രഷൻ ബില്ല് എന്ന് പറഞ്ഞ എന്തോ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആരോ ഇട്ടത് സ്പോട്ടിഫൈയിൽ. അതിലുണ്ട്. ഓ അതിൽ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഞാൻ പക്ഷെ കരയുന്നല്ല, എനിക്ക് കരയുമ്പോ ഭയങ്കര റിലീഫാ. ഇങ്ങനെ ഒരു കല്ലെടുത്ത് ഇങ്ങനെ പുറത്ത് വെക്കുന്ന ഒരു ഫീലാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരയാനൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ സെറ്റ് നോർമലായി, എല്ലാം ആക്സെപ്റ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒന്നും ഒരു ഫീലും ഇല്ല, എല്ലാം ആക്സെപ്റ്റ് ചെയ്ത്. ഓക്കെ, എങ്ങനെയായിരുന്നു ആക്സെപ്റ്റൻസ്? താനേ വന്നതാ, ഇവോൾവ് ചെയ്ത്. ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ടും പേഴ്സണൽ ലൈഫും രണ്ടും ഒരുമിച്ച് ഇവോൾവ് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതും ഒരു ക്യാരക്ടർ വൈസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കടന്ന് ഒരു സ്റ്റേജ് എത്തിയപ്പോ സെറ്റായി. ഓക്കെ, ഇനി മാനിടിഞ്ഞു വീണായാലും എനിക്ക് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നാളെ ചാവോ ചത്ത്, ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പോകുമ്പോ മരിച്ചോ, ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു ഇത്. പക്ഷെ അത് എല്ലാവർക്കും വരാനും പ്രശ്നം. ഒത്തിരി സെൻസിറ്റീവ് സീനാണ് അത്. എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇമോഷണലി സ്ട്രോങ് അല്ലെങ്കിൽ തീർന്നു. അതെ. അപ്പം ആ ഒരു ജേർണിയില് ഗബ്രിനെ പിടിച്ചു നിർത്തുന്നത് മ്യൂസിക് ആണ് അല്ലെങ്കിൽ എഴുത്താണെന്ന് പറഞ്ഞാൽ യു വിൽ സേ യെസ്? എഴുത്താണ് കൂടുതലും. എഴുതുമ്പോ ഞാൻ ഒരു ദിവസമൊക്കെ രാത്രി 2 മണിക്ക് എഴുതിയിട്ട് രാവിലെ 5 മണി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അപ്പ വെളിച്ചം വന്ന് പോകും, ഞാൻ മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, ആ ചിന്തയൊക്കെ വന്ന്. അതൊക്കെ അത്ര എഴുതുന്നത് ഇപ്പൊ പക്ഷെ എഴുതാൻ പറ്റില്ല, എഴുതാൻ കണ്ടന്റ് ഇല്ല. ഓക്കെ ആയി, ഇനിയിപ്പൊ വെറുതെ ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇനിയിപ്പോ എന്തിനെ പറ്റി സംസാരിക്കാൻ തോന്നണേ? ഇപ്പൊ പൊളിറ്റിക്സ് പറയാന്നുള്ളൂ, വേറെ എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, ഇന്ന കാര്യങ്ങൾ തിരുത്തണം പറയാനുള്ളൂ. എന്തെങ്കിലും അപ്പൊ എങ്ങനെയാ അത്? ഇപ്പം ഇഫ് ഐ എം ആസ്കിങ് യു, ഒരു കവിത എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഒരു എഴുത്ത്, എങ്ങനെയാണത് വരുന്നത്? എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നാണോ, അതോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്, പക്ഷെ സമയം പെട്ടെന്ന് ഇങ്ങനെ എന്തായാലും നല്ല പോയട്രി വേണം അതില്. ഇപ്പൊ ഈ അടുത്ത് എന്തൊക്കെ ആർനാര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറ്റേ കാസ്റ്റിംഗ് ഇഷ്യൂ ഒക്കെ വന്നത്, എനിക്ക് ഭയങ്കര പ്രശ്നം പറഞ്ഞത്. അതും ഒരുപാട് സംസാരിച്ചില്ല. അത് ബേസിക്കലി സോഷ്യൽ ഇൻജസ്റ്റിസസ് കാണുമ്പോൾ തന്നെയാണ് ഈ കുരുദേവി അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്. വിസ്മയ, അതൊക്കെ എനിക്ക് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. ഒന്നും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ചോരത്തിളപ്പായിരുന്നു. എന്തെങ്കിലും ചെയ്യണം, ഒന്നും ചെയ്യാനില്ല, പാട്ട് ചെയ്താ അത്രേ ഉള്ളൂ. ആ പാട്ടാണ് ഞാൻ കൂടുതലും ലിറിക്കലി ഭയങ്കരമായിട്ട് പണിയെടുത്തേക്കണത്. ഞാൻ ഒരു ഗോഡൗണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഗോഡൗണിൽ ബില്ലുണ്ട് നമുക്ക്, ബില്ലിങ്. ആ ബില്ലിന്റെ ബാക്കിൽ വർക്ക് സൈറ്റിൽ പോയിരുന്ന എഴുതിയുണ്ട്. അവിടെ നിന്ന് 55 എഴുതിയത്. അത്തഞ്ചിത്തിരി അതില് ലിറിക്ക് വേറെ ആയിരുന്നു. ചോദി പരതിപുരത്തും തമ്മിൽ ജാതകം, അതിൽ 10-9 ഇപ്പൊ കിട്ടിയെന്നല്ലേ. അന്ന് 10-9 നേടി ഉടനെ തേടി അവളെ ജാതകം എന്നായിരുന്നു. അത്തഞ്ചര ചോദി നേടി അങ്ങനെ വന്ന്. പക്ഷെ വേണ്ട, കുറച്ച് കല്ലുകടി വേണ്ടി പറഞ്ഞ് മാറ്റിയത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ എഴുത്ത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ മിക്സ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായില്ല പാട്ട്.
അത് പിന്നെ കേട്ട് കേട്ട് കുറച്ച് കഴിയുമ്പോ നമ്മൾ അതിനോട് ഇതായിട്ട് ഞാൻ ക്യാൻസൽ ചെയ്ത പാട്ട് ഇറക്കാണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് ഇത്ര പണിയെടുത്തല്ലേ എന്ന് വിചാരിച്ച് ഇറക്കിയതാ. ഐ എം സോ ഗ്ലാഡ് യു ഡിഡ്. എന്റെ ഉമ്മാന്റെ വായിന്ന് ആ ഒരു ചോദ്യം വന്നപ്പോ ഞാൻ ഇങ്ങനെ ഓ മൈ ഗോഡ്. ഐ മീൻ മൈ പേരൻസ് ആർ പ്രോഗ്രസീവ്. പക്ഷെ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടാ ചോദ്യം. നമ്മൾ സാധാരണ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥകളാണ് ഉണ്ടാവുക. അവരായിട്ട് ഇങ്ങോട്ട് ഒരു പാട്ടിന്റെ പകുതി എത്തിയപ്പോഴേക്കും അവർ ചോദ്യം വന്നത് വെരി പവർഫുൾ. അതെ അതെ. ഞാൻ ഈ റീസെന്റ് ഒരു കോളേജിൽ പോയപ്പോ പ്രിൻസിപ്പാളിന് പറഞ്ഞു കൊടുത്തു. പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പാട്ട്, ഇതാണ് കാരണങ്ങൾ, പത്തര മറ്റിൽ പൊതിഞ്ഞു. അപ്പൊ ഓക്കെ. അവരെനിക്ക് ലൈക്ക് റാപ്പർ എന്നൊക്കെ പറയുമ്പോ ആ ഇതെല്ലാം നോക്കുള്ളൂ, ലിറിക്കലി നോക്കൂല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത അവർ കണക്ട് ആവും, ഓ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യണം. ഞാൻ വിചാരിക്കുന്നത് സിമ്പിൾ ആയിട്ടല്ലേ എഴുതണേ, എല്ലാവർക്കും മനസ്സിലാവുന്നു, ആർക്കും മനസ്സിലാവുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം ഒന്ന് പോസ്റ്റ് ചെയ്ത് എന്താ ഈ പറയണേന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു എന്താ പറയാ, എല്ലാരും ഓട്ടത്തിലാണ്. അപ്പൊ ഇതെന്താ ഈ പാട്ട് കേട്ട് തീർക്കണം, അതാണ് എനിക്ക് ഫീൽ ചെയ്യാ. ഇപ്പോഴും ഞാനും കുറച്ച് കാലങ്ങളായിട്ട് എനിക്കത് ലോസ് ആയിരിക്കുന്നു. ആ ഒരു ഓക്കെ ഞാനൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ കേട്ടില്ലെങ്കിൽ കേട്ടില്ല, പക്ഷെ കേൾക്കുകയാണെങ്കിൽ എന്താ പറയണേന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് നാളായിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗബ്രിയുടെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാന്റെ ബ്രദറിന് അയച്ചു കൊടുത്തു, എന്നിട്ടു കുർദി അയച്ചു കൊടുത്തു, മന്ദാരം അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പേഴ്സണലി കുറച്ച് സ്ട്രഗിൾ എനിക്ക് തോന്നിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇരുന്ന് കേൾക്കണം, ചിലപ്പോൾ കുറെ പ്രാവശ്യം കേൾക്കേണ്ടി വരും, ഒന്നും കൂടി മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലാത്തതാണ്. പക്ഷെ മന്ദാരം ഓൾസോ മന്ദാരൊക്കെ എനിക്ക് അങ്ങനെ കേട്ടല്ലേ കണക്ട് ആവുള്ളൂ. ഫസ്റ്റ് ലിസണിൽ കണക്ട് ആവാൻ ചാൻസ് കുറവാ. ബീറ്റും ഉറപ്പായിട്ട് കണക്ട് ആയി. ബീറ്റ് നല്ല ഗ്രിപ്പിംഗ് ആണ്. എന്താ ഇതെന്ന് തോന്നുന്നുണ്ട്. ഓ ബീറ്റ്, ആ ബീറ്റ് തന്നെ കേട്ട് ഞാൻ ഒരാഴ്ച ഇരുന്നുണ്ട്, ഒന്നും എഴുതാണ്ട് എനിക്ക് ബീറ്റ് മാത്രം കേൾക്കാനായിട്ട്. അത് ഭയങ്കര സീനാ, അത് ഇമോഷണലി. അതാരാണ് ആ മ്യൂസിക് പ്രൊഡക്ഷൻ? അമിറ്റി എക്സ് എന്നാണ് പുള്ളിയുടെ പേര്. നോർത്ത് ഇന്ത്യയിലെ എവിടെയാണെന്ന് അറിയില്ല. ഹൗ ഡിഡ് യു ഫൈൻഡ് ദാറ്റ്? യൂട്യൂബിൽ സെർച്ച് ചെയ്തതാണ്. അഗ്രസീവ് ഇമോഷണൽ സാഡ് ബീറ്റ് എന്നൊക്കെ പറഞ്ഞ്, ഇമോഷൻ സാധനം വേണം പക്ഷെ എനിക്ക് അഗ്രസീവ് ആയിട്ട് എഴുതാൻ വേണം എന്നൊക്കെ അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയതാ. അങ്ങനെയൊക്കെ കിട്ടിയത്. അത് കിട്ടിയിട്ട് എനിക്ക് അത് എഴുതിയിട്ട് പിന്നെ അയ്യോ പുതിയ ബീറ്റ് എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ചിന്തോന്നു. ആ ബീറ്റിൽ പണത്തെ തീർന്ന്, അതിന് ഇമോഷൻ ആ ബീറ്റാ. പിന്നെ ഈ ഇപ്പം ഒരു ഇൻഡസ്ട്രിയിൽ കയറിയ പിന്നെ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പാട്ട് ഇറക്കി തുടങ്ങിയ പിന്നെ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് വാട്ട് വുഡ് യു സേ? പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. പിള്ളേർക്ക് കോളേജ് ഷോസിനൊക്കെ പോകുമ്പോ ലിറിക്കലി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. ആ ഏറ്റവും വലിയ സ്ട്രഗിള്. ഇപ്പൊ ഞാൻ ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ചോദിച്ചു കുരുതി എന്തിനെ കുറിച്ചാന്ന് അറിയാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയണ ആടിനെ കുറിച്ചാണ്. ലൈക്ക് അതിന്റെ ആൽബം ആർട്ട് ആടാണ്, ആടും സ്വർണ്ണൊക്കെ ഇട്ടത്. അല്ലാണ്ട് എന്ത് ചെയ്യാണ്ട് മക്കളെ എങ്ങനെയാണ് കാര്യങ്ങള്, ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയതാ, ഒന്നുകൂടി കേക്ക്. ആര് ഒന്നും കേൾക്കൂല. പറഞ്ഞു അത് ഭയങ്കര സ്ട്രഗിളാ. നമ്മ എഴുതിയത് പോലാണ്ട് എഴുതിയത് എന്താന്ന് പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. അത് ആടാണെന്ന് എനിക്ക് അതൊക്കെ കേട്ടപ്പോ ട്രിഗറായി. പക്ഷെ ഭയങ്കരമായിട്ട് ഭാഗ്യം ഒന്നും പറഞ്ഞില്ല. കുരുതി ഞാൻ ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ശ്രീധരത്തിനെതിരെ എഴുതിയതാ, നിങ്ങപ്പോ വരികളൊന്നുകൂടി മര്യാദക്ക് കേൾക്കുക എന്നിട്ട് റിപ്ലൈ തരിക എന്നൊക്കെ പറഞ്ഞു. കൂടുതലും പറഞ്ഞാലും കിട്ടൂല, തന്ത വൈബാക്കും നമ്മളെ. അതുകൊണ്ട് അത്ര നിർത്തിയത്. അപ്പൊ എന്നിട്ട് പിന്നെ പെർഫോം ചെയ്യും. എങ്ങനെയാ ലൈവ് പെർഫോമൻസിന് എങ്ങനെയാ അപ്രോച്ച്? ഹൗ ഡു യു ഫീൽ ലൈവ് പെർഫോം ചെയ്യുമ്പോ? ലൈവ് കയറുമ്പോ ഞാൻ എന്താ പറയാ, പൊതുവെ ഞാൻ ഈ അഗ്രസീവ് ദേഷ്യം വന്ന പുറത്ത് കാണിക്കില്ല. ലൈക്ക് വളർന്നു വന്ന രീതി അങ്ങനെയാണ്. ആരെടുത്തും അങ്ങനെ ഇത് ഇല്ലാണ്ട് ഒറ്റക്കന്നെ ഇരുന്ന് ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ വന്നാലും ഇതുള്ള ധൈര്യം ഇല്ലായിരുന്നു. ദേഷ്യം വന്നാലും ആരെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്ത് അപ്പൊ തന്നെ ഞാൻ തീർന്നു അവിടെ. അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആണ്. അപ്പൊ ആ ഇമോഷൻ പുറത്ത് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് ഇങ്ങനെ വന്നത്. അപ്പൊ എനിക്ക് പാടുമ്പോ എന്റെ ദേഷ്യം മൊത്തം അതിൽ തീർക്കും. സ്റ്റേജിൽ കയറുമ്പോ ഞാൻ അങ്ങനെ ഒച്ചല കയറിയപ്പോ ഞാൻ ഒരുമാതിരി എല്ലാരും കൊല്ലണം എന്നുള്ളത് എല്ലാരും പാടിക്കൊന്നു. ഞാൻ അങ്ങനെ ഒരു സീനായിരുന്നു എനിക്ക്. എന്റെ അത്രയും നാള് ഇപ്പൊ 25 വയസ്സ് വരെ ഞാൻ കൂട്ടി വെച്ച എന്റെ ദേഷ്യം മൊത്തം ഒച്ചല തീർത്തത്. വെറുതെ അല്ല. ഇന്ന് ഞാൻ ഞാൻ ഇയർഫോണിലാണല്ലോ കേൾക്കണേ. അപ്പൊ ഞാനിങ്ങനെ കേട്ട് വന്നപ്പോ ഒരു പോയിന്റ് ഞാൻ പാടുന്നുണ്ട്, കൂടെ പാടുന്നത് ഒച്ചയിലായി. അപ്പൊ ഞാൻ ദൂരെ സമയത്ത് പെട്ടെന്ന് എന്റെ അനിയൻ ചോദിച്ച്, അനിയൻ എന്റെ കൂടെ പാടുന്നു, ഞാൻ പാടിക്കൊണ്ടിരുന്നതിന്റെ ബാക്കി പാടുന്നു, കറക്റ്റ് ഹുക്ക് പാടുന്നു. അപ്പൊ ഞാൻ നീ കേട്ടിട്ടപ്പോ ഗബ്രിന് കേട്ടുള്ളത്, ഞാൻ ഒച്ചല് ഫ്രണ്ടിൽ ഉണ്ടായെന്നൊക്കെ. സീനാണ്, മറ്റേ സ്റ്റേജ് പ്രസൻസ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഒച്ച എനിക്ക് മിസ്സായി. ഒച്ചയായിരുന്നു എന്റെ ശരിക്കും ആ ഒരു ഇത് എല്ലാ ദേഷ്യവും തീർക്കാനുള്ളത്. ഞാനും വീട്ടിലിപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഭയങ്കര ആ ഒരു ഫീലിൽ തന്നെ പാടുള്ളൂ. പാടുമ്പോ ഓട്ടോമാറ്റിക് എനിക്ക് അഗ്രഷൻ വരും.
പക്ഷെ അത് കൺട്രോൾ ചെയ്യാനും പറ്റൂല. ഈ റീസെന്റ് ഒരു പരിപാടിക്ക് പോയപ്പോ തൃശ്ശൂർ പോയപ്പോ സൗണ്ട് കുറവായിരുന്നു അവിടെ. എനിക്ക് എന്റെ ഔട്ടും കേൾക്കാൻ പറ്റാത്ത ഞാൻ ഭയങ്കരമായിട്ട് പാടി, തൊണ്ടയൊക്കെ പോയി അലറി വിളിച്ചേ പാടിയത്. പക്ഷെ ഐ തിങ്ക് ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് കൂടിയാണ്. ഇപ്പം മനുഷ്യന്മാര് ചെറുതിലേ തൊട്ട് അടക്കി വെക്കുന്ന ഒരുപാട് ഇമോഷൻ ആങ്കർ ആയിട്ടാണ് മാറണത്. എസ്പെഷ്യലി ഗ്രീഫ്. നമ്മള് ഒരു വിഷമം വന്നാല് ഇപ്പൊ സെൻസിറ്റീവ് ആയിട്ട് മിക്കവാറും നമ്മളെല്ലാവരും കുട്ടികൾ വളർന്നു വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ ഈ അടക്കി വെക്കുന്ന ഇമോഷൻസ് എല്ലാം ആങ്കർ ആയിട്ടാണ് മാറുന്നതെന്ന് ഫാക്ച്വലി ലൈക് സൈക്കോളജിക്കലി പറയും. അപ്പോൾ ആ ആങ്കർ ആയിട്ട് തന്നെ ചാനൽ ചെയ്യാൻ ഒരു മാർഗം വേണം. ഫോർ യു ഇറ്റ് ഇസ് എഴുത്ത്. അപ്പൊ ഐ ഹോപ്പ് എല്ലാവർക്കും അത് വേണം. അപ്പൊ ആങ്കർ ആയിട്ട് തന്നെയാണ് അത് വരേണ്ടത്. അങ്ങനെ അങ്ങനെ ഒരു മീഡിയ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ അതില്ലെങ്കിൽ എന്ത് ചെയ്തെന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല. ചിലപ്പോ കൈവിട്ട് പോയേനെന്നൊരു സാധനം എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കറക്റ്റ് ടൈമിലാണ് പാട്ട് എഴുതി തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ എവിടെ തീർക്കാനാ? പാട്ടിലല്ലാണ്ട് ഞാൻ വേറെ എങ്ങും കാണിക്കാറില്ല ഇത്. ഹുക്ക് ഒന്ന് പാടാവോ? ഏതാ? ഞാൻ കട്ടാകടിയൻ ഒരു കട്ടോൽഗജൻ, എൻ കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. കട്ടാകടിയൻ ഒരു കട്ടോൽഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. 42 എന്റെ നാട് നോക്കിയിട്ട് കളിച്ചോ, താക്കിയത് വരത്തില്ല പോക്കറ്റിൽ ഒളിച്ചോ. കൂട്ടിട്ട് കത്തിക്ക് നീ വാക്കിറി പൊളിച്ചോണ്ടിരുന്നാലും മേനെ തന്നെ പഴിച്ചോ. നീ പറഞ്ഞൊല്ലി പഠിച്ചോ, തലച്ചോറിൽ പരിപ്പ് ജാറൊഴിച്ചോ. കഴിച്ചോണ്ടിരുന്നപ്പോ കണ്ണു മീഴിച്ചോ, ഗണിച്ചോണ്ടിരുന്നപ്പോ ചുളമടിച്ചോ. പാടുമ്പോ ഞാൻ കംഫർട്ടാ, പാടി കഴിഞ്ഞ പിന്നെ ഓക്കെ അത്രയായി, സ്വിച്ച് ഓഫ്. അപ്പൊ എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്യും. ഞാൻ എഴുതുമെങ്കിലും എഴുതിയ മാത്രം പോരാന്ന് എനിക്കും ഫീൽ ചെയ്യും. പക്ഷെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല ഇപ്പൊ. പക്ഷെ ഇത് കാണുമ്പോ ഇങ്ങനെ എഴുത്ത് ഭയങ്കര നല്ല പ്രോസസ്സാ. പണ്ട് എനിക്ക് എഴുത്ത് ആയിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷെ എഴുതി തുടങ്ങിയപ്പോ ഭയങ്കര അഡിക്റ്റീവായി ഞാൻ എഴുത്തിനോട്. കൈ വേനെടുക്കണ ഒരു എഴുതി ഞാൻ സെയിം കണ്ടന്റ് തന്നെ എഴുതി എനിക്ക് കൈ വേനെടുക്കണം, അത് സ്ട്രഗിളാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി ഭയങ്കര ഇഷ്ടമാണ്. കൈ വേനെടുക്കുമ്പോ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിൻ വരണ അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ട് ഞാൻ സീനായതുകൊണ്ട് ഐ ക്യാൻ റിലേറ്റ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് തന്നെ കൊടുക്കണ അൾട്ടിമേറ്റ് ഒക്കെയാണ് തോന്നുന്നു. ഓക്കെ ഇങ്ങനെ ആവണ വരെ എഴുതണം, ഇങ്ങനെ ആവണ വരെ ചെയ്യണം. സ്ട്രെങ്ത് പക്ഷെ നമ്മളപ്പോ കാഴ്ച വെക്കുന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ആ സാധനം എനിക്കുണ്ടായിരുന്നു, സ്ട്രഗിള് വേണം. ലൈക്ക് വീട്ടിലൊക്കെ പണ്ട് ഞാൻ ഡ്രസ്സിങ് ഒന്നും അങ്ങനെ നോക്കൂലായിരുന്നു. അപ്പൊ അമ്മയൊക്കെ ചീത്ത പറയും, നല്ല ഡ്രസ്സ് ഇട്ട് പോകും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കൂട്ടുകാര് ഫ്രണ്ട്സിന് ബൈക്ക് ഉണ്ട്, എനിക്ക് ബൈക്കില്ല. അപ്പൊ അവര് പറഞ്ഞാക്കി തരും, ഞാൻ പക്ഷെ വിളിക്കില്ല, നടന്നു തന്നെ പോവുള്ളൂ. അപ്പൊ എനിക്ക് ആ സ്ട്രഗിള് വേണം. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ ആവരുത്, ഇത് മാറണം, അങ്ങനെയെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഉള്ള കാരണം അപ്പോഴും വീട്ടിൽ ഞാൻ പറയും, ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥയുള്ളത്, അപ്പൊ ഈ ഡ്രസ്സ് ഞാൻ ഇടുള്ളൂ. ഞാൻ പുറത്ത് ഫേക്ക് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടൂല, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായില്ല, ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അതെ, പക്ഷെ അതായിരിക്കും കണക്ട് ആവുള്ള. ഓക്കെ അത് ഞാൻ പിന്നെ എഴുതി, ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് എല്ലാം എഴുതാ. അപ്പൊ റിലീഫ് പറയുമ്പോ ആർക്കും മനസ്സിലാവില്ലെങ്കിൽ എഴുതി എന്നോട് തന്നെ പറയാ. അപ്പൊ ആരും ജഡ്ജ് ചെയ്യില്ല, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത കുഴപ്പമില്ല. ഗബ്രിന്റെ പാട്ടുകൾ പിന്നെയും പോയി കേൾക്കാറുണ്ടോ? ഞാൻ മന്ദാരായിരിക്കും കൂടുതൽ. എനിക്കിങ്ങനെ എന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനും പിന്നെ എനിക്ക് ഞാൻ കൂടുതലും കേൾക്കണത് എവിടെയും മിസ്റ്റേക്ക് വന്നണ്ടാ അടുത്ത പാട്ടിൽ എവിടെയും തിരുത്തണമെന്ന് അങ്ങനെ കേൾക്കാറുണ്ട്. അല്ലാണ്ടും ഇമോഷണൽ ആകുമ്പോൾ കേൾക്കാറുണ്ട്. കൂടുതലും ഇപ്പൊ ഇറങ്ങാൻ പോണ പാട്ടാ ഞാൻ കൂടുതലും കേട്ടേക്കണത്. അതിന്റെ എല്ലാം ആ പാട്ടിൽ എന്റെ എല്ലാം ഉണ്ട്. സൂയിസൈഡ് നോട്ടിന്റെ പാട്ടിന്റെ പേര് ആ പാട്ടാണ് എൻ്റെ എല്ലാം ഉള്ളത്. എൻ്റെ ലൈഫും സൂയിസൈഡ് ചെയ്യാൻ പോണ ആളുടെ തലയിൽ എന്തൊക്കെ ചിന്ത വരും അതൊക്കെ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അതിലും കൂടുതൽ എൻ്റെ അവസ്ഥ ഒന്നും പറയാനില്ല. എനിക്ക് 27th റിലീസാവും. അതും എല്ലാവർക്കും ക്രൂവിലെല്ലാവർക്കും വർക്കായ പാട്ടോ. എനിക്കും ഭയങ്കര പേഴ്സണലില്ല ആ പാട്ട്. അങ്ങനത്തെ അതിലെ ക്രൗഡ് എനിക്ക് വേണ്ടത്. 42 ക്രൗഡ് എനിക്ക് വേണ്ട. സൂയിസൈഡ് നോട്ട് കേട്ട് എന്നെ കേൾക്കണ ക്രൗഡ് എനിക്ക് മതി. അത് എനിക്ക് ആ പാട്ട് ഇറങ്ങിയാലേ എന്നെ മനസ്സിലാവുള്ള ആൾക്കാർക്ക് ഇതാണ് ഞാൻ. അപ്പോൾ ഈ പാട്ട് ആൾക്കാർ കേൾക്കുമ്പോ അതെങ്ങനെയാ അവർക്ക് റിസീവ് ആവണം, അല്ലെങ്കിൽ അത് കേട്ടിട്ട് എന്ത് ഫീൽ ചെയ്യണം എന്ന് തോന്നണേ? അത് ഞാൻ അങ്ങനെ ചിന്തിച്ചെഴുതിയല്ല. ലൈക്ക് എൻ്റെ ഇത് പോവാന്നുള്ളതിൽ ലൈക്ക് അവർക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെ കേട്ട് കണക്ട് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക, സ്ട്രഗിള് ഇത് ലൈഫിലുള്ളതാ, ഇതൊന്നുമല്ല ഇഷ്യൂസ്, നിങ്ങൾ ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. അതിലും മെസ്സേജ് അയച്ചാൽ
അതേ ഉള്ളൂ. പക്ഷെ വേറെ അത് കേട്ടാരെങ്കിലും സൂയിസൈഡ് ഭയങ്കര ഇഷ്യോ. അത്രയും സെൻസിറ്റീവ് ആയിട്ട് എഴുതിയേക്കണ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സൂയിസൈഡ് ചെയ്യണോണ്ട് തലയിൽ വന്ന സാധനങ്ങളുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ലൈവ് പാടുമ്പോഴും പിള്ളേർക്കൊക്കെ കണക്ട് ആയിട്ട്. അതെ, ഇപ്പൊ എനിക്കാണെങ്കിലും ഇന്ന് ഞാൻ കേട്ടപ്പോ, ഞാൻ മന്ദാരം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ഓക്കെ, എനിക്ക് ഐ ഫീൽ സീൻ, ഐ ഫീൽ ഹേർഡ് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള നെററ്റീവ് മൊത്തം മാറുവാണ്. അല്ലെങ്കിൽ ഓ ഇത് വേറെ ആൾക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള നെററ്റീവ് ആവുന്നേ. ഓക്കെ, ഐ എം നോട്ട് അലോൺ ഇൻ ദാറ്റ് എന്നേ ആവുന്നുള്ളൂ. ആൻഡ് ഐ തിങ്ക് അങ്ങനെ ആകണം, അങ്ങനെ ആയിരിക്കണം മിക്കവാറും. നമുക്കറിയില്ലല്ലോ ലിസണേഴ്സിന്റെ മൈൻഡ് എങ്ങനെയായിരിക്കും, ഇറങ്ങിയാലേ അറിയുള്ളൂ. ഐ ഹോപ്പ് കഴിഞ്ഞിട്ട് നോക്കാം നല്ലാണ്ട്. ഐ എം ഹോപ്പിംഗ് അത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ഹാർട്ട്സ് ടച്ച് ചെയ്യാൻ പോണെന്ന്. അത് എന്തായാലും പറയേണ്ട കണ്ടന്റാ. ഇപ്പത്തെ ജനറേഷനിൽ എന്തായാലും എല്ലാരും ഒതുങ്ങിപ്പോയില്ല സംസാരിക്കാണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഒരിക്കലും സംസാരിക്കില്ല. ഒരാൾ സംസാരിക്കണ്ടാലും ഒരാളെങ്കിലും എന്നാ എനിക്കും പറയാന്നുള്ളത് പറയാൻ മുന്നോട്ട് വന്നാൽ നല്ലതാ. വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ തുറന്നു പറഞ്ഞ തീരാന്ന് പ്രശ്നമുള്ളൂ. പക്ഷെ നല്ല സർക്കിൾ വേണം നമുക്ക്. എവിടെ പറയുന്നത് ഇപ്പൊ തെറാപ്പിക്ക് പോയാലും നമുക്ക് ഒരുപാട് ഇതിനെ പറ്റി അറിയാമെങ്കിൽ തെറാപ്പിസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുള്ളൂ. നമുക്ക് ഇതാലോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ ഇമോഷണലി കണക്ട് ആയ ആൾക്കാരുള്ള ജസ്റ്റ് നമ്മളെ കേട്ടിരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത വന്നാൽ മതി. ഒന്നും തിരിച്ചു പറയണ്ട, നമ്മളെ കേട്ടിരിക്കുന്നുണ്ട്, നമുക്ക് പറയാൻ ഒരു സ്പേസ് ഉണ്ട്, നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള അങ്ങനത്തെ സ്പേസ് ഉണ്ടാകാൻ പാടായി. ഇപ്പൊ എല്ലാരും മെൻഷൻ ചെയ്തില്ലെങ്കിൽ പണങ്ങും, റിപ്ലൈ അടിച്ചില്ലെങ്കിൽ പണങ്ങും, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. പേഴ്സണലി എനിക്ക് വന്നിട്ടുള്ള തെറപ്പിയിലാണെങ്കിലും ഒരുപാട് എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയുന്നിടത്ത് ത്രൂ ആണെങ്കിലും 1, 2, 3 തെറപ്പിസ്റ്റുകൾ ട്രൈ ചെയ്തിട്ട് പിന്നീട് മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലധികം കൂടുതൽ ട്രൈ ചെയ്തിട്ട് പിന്നീട് വർക്ക് ചെയ്ത ബേസിക്കലി റാപ്പും ആണ്. ഇപ്പം നമ്മളിരുന്നിങ്ങനെ സംസാരിക്കുന്ന പോലെ ഒരു തെറപ്പിസ്റ്റും മറ്റേ ഇരുന്നിട്ടുള്ള അത് നമുക്ക് അതിനെപ്പറ്റി നോളജ് ഇല്ലെങ്കിൽ നോളജ് പറഞ്ഞുതരാം, ഇന്ന കാര്യങ്ങളൊന്നും അത്രേ ഉള്ളൂ തെറാപ്പിക്ക് പറ്റുള്ളൂ. അതെ, നമുക്ക് വേണ്ട ഹെൽപ്പ് എന്താണോ അത് അവർക്ക് തരാൻ പറ്റും. ബാക്കി നമ്മുടെ കയ്യില്ല. പക്ഷെ അത് എല്ലാവർക്കും വർക്ക് ആവില്ല. എന്റെ 2 ഫ്രണ്ട്സിനും ഇങ്ങനെ വർക്ക് ആയിട്ടില്ല തെറാപ്പിക്ക് പോയിട്ട്. അവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യലിയും പറ്റില്ല. ഇപ്പം വേടന്റെ കറുപ്പ് റെക്കോർഡ്സിൽ ഗബ്രിനെ സൈൻ ചെയ്തപ്പോ അത് ആ ഒരു ഇവന്റ് എങ്ങനെയാണ് കരിയറിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്? അത് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മന്ദാരവും 42 സൂസൈഡ് നോട്ടല്ല, മന്ദാരം 42 കുരുതിയും ഞാൻ ഒരു 3-4 കൊല്ലം മുമ്പ്, കുരുതി 3 കൊല്ലം മുമ്പ്, മന്ദാരം 3 കൊല്ലം മുമ്പ് തന്നെയെന്ന് തോന്നുന്നത്, 42 2 കൊല്ലം മുമ്പ്. അതൊക്കെ എഴുതി ഓൾറെഡി ഞാൻ ഇട്ട ട്രാക്കുകളാണ്. അന്നൊക്കെ എന്തോ 100 വ്യൂ 200 വ്യൂ അത്രയൊക്കെയുള്ള പാട്ടാ. അപ്പം അല്ലാണ്ട് തന്നെ ഞാൻ ഇപ്പം നന്നായിട്ട് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് ഇറക്കിയാലും ആ ഒരു പുഷ് കിട്ടാൻ ഭയങ്കര സ്ട്രഗിളാ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക്. ഒരു ഇങ്ങനെ റെക്കോർഡ് ലേബിൾ വന്നത് എനിക്ക് നല്ല 42 അത്രയും കൗണ്ട് കിട്ടാൻ കാരണം അങ്ങനെ റെക്കോർഡ് ലേബിലൂടെ പോയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ പുറകെ കിടക്കുന്ന ആൾക്കാർക്ക് കേക്ക് ഇന്ന പാട്ട് ഇറങ്ങിയിട്ട് കേക്ക് ലിസൺ ചെയ്യും, എപ്പോഴും സ്റ്റോറി ഇടണം, ഇങ്ങനെ ലിങ്ക് കേക്ക്. അതിനുശേഷമുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ മാറിയേക്കണേ? ഇങ്ങനത്തെ റെസ്പോൺസുകളൊക്കെ വരുന്നത് ഓഡിയൻസിന്റെ അടുത്ത്? 42ന്റെ റെസ്പോൺസ് ഇതിനും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ പറയാം, എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല 42-ല്. മന്ദാരത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 പേര് പറഞ്ഞു ഇമോഷണലി കണക്ട് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കും. എനിക്ക് അങ്ങനത്തെ ഇമോഷണലി കണക്ട് ആയ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഇങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ട് ആ സാധനം എനിക്ക് തോന്നാറില്ല. You basically want to help. അത്രേ ഉള്ളൂ. ഹെൽപ്പ് വേണ്ടവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആകാം, എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് വെറുതെ എന്റെ പാട്ട് കേട്ട് ഇഷ്ടമായി ബ്രോ യുവർ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സീൻ ചെയ്യും, റിപ്ലൈ കൊടുക്കും. എനിക്ക് ഉള്ളിന്ന് വരില്ല. മന്ദാരത്തിന്റെ കാണുമ്പോൾ എനിക്ക് ഉള്ളിന്ന് വരും. അങ്ങനെ കൂടെ ഒരാൾ കണക്ട് ആയി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. ആ കാര്യത്തിൽ മാത്രം എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹെൽപ്പ് ചെയ്യാ. ഇപ്പോഴും അതും പോയെന്റെ സംസാരിക്കാനേ തോന്നുന്നില്ല ആരോടത്തും. ലൈക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാല് സ്ട്രഗിളാ, സ്വന്തമായിട്ട് അനുഭവിച്ചാലേ കാര്യമുള്ളൂ. നമ്മ വീണ് പഠിച്ചാലേ നിവർന്ന് നിൽക്കുള്ളൂ എന്നുള്ള സാധനം തന്നെ അനുഭവിക്കുന്ന സാധനം വന്നു. അതുകൊണ്ട് അധികം ഹെൽപ്പ് ചെയ്യാറില്ല. ഒരുപാട് സീനായാൽ മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്യും. ബാക്കിയൊക്കെ തന്നെ നിൽക്കേണ്ട കാര്യങ്ങളാന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്യുന്ന രീതി ഉണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഹെൽപ്പെന്ന് കരുതി ഉത്തരങ്ങൾ കൊടുക്കുന്നതിന് പകരം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ അവരുടെ അടുത്ത് ഉത്തരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉത്തരങ്ങൾ ഇല്ല എന്നവർ തിരിച്ചറിയും. എന്നിട്ട് അതും കൊണ്ട് പോയിക്കോളും. ഞാനിപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അച്ഛന്മാര് പിള്ളേരെ പുഴയിലെറിയില്ല ഇങ്ങനെ നീന്താൻ പഠിക്കാനായിട്ട്. ആ ഒരു മൂടാൻ നല്ലത്. കുറച്ചു തന്നെ പഠിച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെയിം കണ്ടന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് ഒറ്റക്കല്ല ഞാനുണ്ട് എത്ര തവണ നമ്മ തന്നെ പറയും. അപ്പൊ ഇന്നവേ അത് പാട്ട് തന്നെ അപ്പൊ നല്ലൊരു വീഡിയോ പറഞ്ഞവിടെ ഇട്ടിട്ട് അങ്ങ് പോവാ, കേൾക്കണവര് കേൾക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ഇനി ഒരു 5 വർഷത്തില് ഗബ്രി, where do you see yourself?
അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ലിറിക്കലി അറിയപ്പെടാനുള്ള സാധനമുണ്ട്, നല്ലൊരു ലിറിക്കൽ സാധനവും അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഒരുപാട്. ഞാൻ അത്രയും ചിന്തിക്കാറില്ല. അങ്ങനത്തെ ഉണ്ടായിരുന്നു, അത് നിർത്തിയതാ. ഓവർ തിങ്കിങ് നിർത്തിയാലേ കാര്യമുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ നാളെ എന്തെന്നുള്ള ചിന്തയില്ല. നാളെ പാട്ടിറക്കണമെങ്കിൽ ഇറക്കാം, എഴുതാൻ വന്നാൽ എഴുതാം, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. അന്ന് മാറ്റിയതാ, ഞാൻ ഇങ്ങനെ ഇവോൾവിങ് അതങ്ങനെ മാറ്റി എടുത്തതാ. അത് പ്രശ്നം എനിക്ക് നാളെ പറ്റിയുള്ള ചിന്ത വന്നാല് ഭയങ്കര പ്രശ്നവും എനിക്ക് അതൊക്കെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാ. അതുകൊണ്ട് എനിക്ക് 5 വർഷത്തിൽ എന്താന്ന് വെച്ചാല് അറിയില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ആവട്ടെ, ഒരുപാടാവട്ടെ. ഇനി ഇതേപോലെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കട്ടെ. മന്ദാരൊക്കെ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ ഐ ബിലീവ് ഉറപ്പായിട്ടും ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് ഓൺലി. എനിക്ക് അങ്ങനെ അതിനു വേണ്ടിയാണ് എഴുതിയത് ശരിക്കും മന്ദാരം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും കണക്ട് ആവട്ടെ എന്ന് വിചാരിച്ച് എഴുതിയതാ. പക്ഷെ ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സിനൊന്നും കണക്ട് ആയില്ല. ഞാൻ അവർക്ക് കണക്ട് ആവട്ടെ എന്ന് വെച്ച് എഴുതിയതാ, പക്ഷെ അവർക്ക് കണക്ട് ആയില്ല. കുഴപ്പമില്ല. ഇപ്പൊ സൂയിസൈഡ് നോട്ട് ഇറങ്ങാൻ പോണെന്ന് പറഞ്ഞില്ലേ ട്രാക്ക്, അതിന്റെ എന്തെങ്കിലും 2 വരി പാടാൻ? അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതില് ഞാൻ ഒരു ഘാതികനാകും. ഓ തനിക്ക് താരും പൊരക്ക് തൂണും പരക്കം പാച്ചിലിനൊടുക്കമാകും. അടക്കം പറച്ചിലൊക്കെ നെപ്രാകും. പതുക്കെ പതുക്കെ എല്ലാരും പോകും. അതെനിക്ക് അത് പാടുമ്പോഴെനിക്ക് ഉള്ളില് ഭയങ്കര ദിസ് ഈസ് മീ, ഇതാണ് ഞാൻ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടും അത്. ലൈവ് പാടുമ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പാട്ട്. ബാക്കി പാട്ട് 42 അത്ര എൻജോയ് ചെയ്യില്ല. സൂയിസൈഡ് നോട്ട് നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തോളൂ. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എനിക്ക്. ലൈവ് പാടിയിട്ടുണ്ടല്ലേ? ലൈവ് പാടിയിട്ടുണ്ട്. ഓപ്പണിങ് അതാ ഞാൻ പാടാറ് ഇപ്പോൾ. അത് ഭയങ്കര എനിക്ക് ഡാർക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടം. അതും ഓർക്കസ്ട്ര അതൊക്കെ കറക്റ്റ് വന്നു പറഞ്ഞെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് ഞാൻ ഉണ്ടാക്കിയ പാട്ടുവാ. അപ്പോൾ രണ്ടും കൂടി വന്നപ്പോൾ നല്ല ഫീൽ എനിക്ക് ആ പാട്ട്. ആ പാട്ട് ഇറങ്ങുമ്പോൾ ഉള്ള റെസ്പോൺസ് ഞാൻ എനിക്കിപ്പോ മന്ദാരം ഇനിയിപ്പോ ഉറപ്പാണ് കുറച്ച് കാലം ഞാൻ ലൂപ്പിൽ കേൾക്കും. അതുപോലെ കേൾക്കാൻ പറ്റും തോന്നുന്നു. ഇപ്പൊ ഇത്രയും കേട്ടിട്ട് തന്നെ. ഹൗ ഡു യു ഫീൽ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞിട്ട്? ഫസ്റ്റ് ഇന്റർവ്യൂ അപ്പൊ ഞാൻ എന്ത് പറയുന്ന വെച്ചാൽ വന്നതാ, പക്ഷെ കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ, അപ്പൊ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പൊ ഞാൻ ഫുള്ള് അവരെന്തായിരിക്കും പറയുന്ന ഉത്തരം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ മനസ്സിൽ വരും എഴുതായിരിക്കുമ്പോ. പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്നേയും പിന്നെ എനിക്ക് അയ്യോ അവര് സംസാരിച്ചില്ലെങ്കിലോ, കുറവ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു. ഞാനെങ്കിൽ ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളായിരുന്നു. ഞാൻ ഓർത്ത് പറയും എന്തെങ്കിലും സംസാരിക്കും, ഇല്ലേ കുഴപ്പമില്ല പരിപാടി ഉള്ള. അതെ അടിപൊളിയായി. അതിന് ഞാൻ കംഫർട്ടബിൾ ആക്കിയല്ലോ. അതെ എനിക്ക് കംഫർട്ട് സോൺ കിട്ടിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല ആരത്തും, ഇങ്ങനെയൊക്കെ ഉള്ളു, ഒന്നും മിണ്ടൂല. Thank you so much for opening up. Thank you so much for sharing everything that you shared. ഞാൻ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ചോദ്യത്തിനും ഞാൻ വിചാരിച്ചാൽ കൂടുതൽ ഉത്തരം എനിക്ക് കിട്ടി. ഇനി അങ്ങോട്ട് ഇപ്പൊ സൂയിസൈഡ് നോട്ട് ഇറങ്ങാൻ ഐ എം എക്സൈറ്റഡ്. ഐ വോണ്ട് ടു ലിസൺ ടു ഇറ്റ്. ഇനി അങ്ങോട്ട് ഉള്ള വർഷങ്ങളിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഇറങ്ങട്ടെ. ഗബ്രീന്റെ ലിറിസിസത്തിന്റെ ശരിക്കും അതിന്റെ കനം എന്താണ്, ശരിക്കും അതിൽ എന്താ ഉള്ളതെന്ന് ഓഡിയൻസ് അറിയട്ടെ എന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു. അത് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പോയി എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു ഫോർ കമ്മിങ് ടു ദി ഷോ. സൈനിങ് ഓഫ്. ബൈ.